കെ.എം.ആർ കൂടെ ചേരുന്നു. റിയാസ്, ഈ കടുത്ത ചൂടാണ്, ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിക്കൊണ്ട് റോഡ് ഷോ കടന്നു പോകുന്നത്. കൊടിയത്തൂരിൻ്റെ ഗ്രാമവീഥികളെപ്പോലും ആവേശോജ്വലമാക്കുന്ന കാഴ്ചകളാണ് കേരള വിഷനിലെ തത്സമയ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പക്ഷേ മുകൾ മൂടി മാറ്റി പുറത്തേക്ക് വന്നിരുന്നു. പിന്നീട് വീണ്ടും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത ശേഷം അദ്ദേഹം കാറിനുള്ളിലേക്ക് പോയി. കാരണം അത്രയേറെ ചൂടുണ്ട് അവിടെ. എന്തൊക്കെയാണ് റോഡ് ഷോയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? രാഹുൽ ഗാന്ധിക്ക് തൊട്ട് പിന്നിലായി പോകുന്നുമുണ്ട്. എങ്കിൽ കൂടിയും ആബാലവൃദ്ധം ജനങ്ങൾ, ഇതിൽ വയോധികരെന്നില്ല, കുട്ടികളെന്നില്ല, അവർ ആവേശപൂർവ്വം രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ ഏന്തി കൈപ്പത്തി ചിഹ്നത്തിന്റെ ഇത് ആലേഖനം ചെയ്ത ത്രിവർണം നിറമുള്ള തൊപ്പി അണിഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് കീജൈ വിളിച്ചുകൊണ്ട് ഇതിന് പിറകെ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ, ഒരു നോക്ക് കാണാനായി ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജിംഷാദ്, തീർച്ചയായും. കാരണം ഈ ഗ്രാമീണ വീഥിയാണ്, നമുക്കത് കാണുമ്പോൾ അറിയാം. അങ്ങനെ ഒരു നഗര കേന്ദ്രീകൃതമായ പ്രദേശമല്ല. കൊടിയത്തൂരിലെ ഗ്രാമീണ വീഥികളിൽ പോലും വീടുകളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ളവർ, കുട്ടികളടക്കമുള്ളവർ, അതുമല്ല വാർദ്ധക്യം പിടികൂടിയവർ, ശരീരം കൊണ്ട് കണ്ടാൽ അറിയുന്നവർ ഒക്കെയും വലിയ ആവേശത്തിലാണ് അവിടെ. അതായത് രാഹുൽ ഗാന്ധിയുടെ ആ വരവ്, സ്ഥാനാർത്ഥിത്വം തന്നെ കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഊർജ്ജം നൽകുന്നത് പോലെ തന്നെ വയനാട് മണ്ഡലത്തിൽ അത് കഴിഞ്ഞ തവണത്തെ ഉണ്ടായിരുന്ന ആ ആവേശം ഒട്ടും കുറയുന്നില്ല എന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഇതാ രാഹുൽ ഗാന്ധി കാറിന്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം. തീർച്ചയായും ഇവിടെ ഒരു അതെ ജിംഷാദ്, ഇവിടെ ഒരു സ്കൂളിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ, കൊടിയത്തൂർ GMUP സ്കൂളിന്റെ പരിസരത്തെത്തിയപ്പോൾ അതിന് ചുറ്റും നിരവധി സ്ത്രീകളടക്കമുള്ളവരാണ് തടിച്ചുകൂടുന്നത്. ഇനിയിപ്പോൾ നേരെ അത് കൊടിയത്തൂർ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ ഈ കൊടിയത്തൂർ ടൗണിൽ വലിയ ജനസഞ്ചയം, കാലുകുത്താൻ ഇടമില്ലാത്ത വിധമുള്ള ജനസഞ്ചയമുണ്ട്. ഒപ്പം തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക അവർ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അവരും രാഹുലിനെ കാത്തിരിക്കുകയാണ്. രാഹുൽ ഇപ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടുത്ത വേനലിനെ വകവയ്ക്കാതെ രാഹുൽ ഗാന്ധി ഒരു നോക്ക് കാണാനായി ഇതാ ജനങ്ങളെല്ലാം തന്നെ റോഡിലിറങ്ങുന്നു. അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചൂട് ഈ കാലാവസ്ഥയുടെ ചൂടിനേക്കാൾ വലുതല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലുതല്ല ഈ കാലാവസ്ഥയുടെ ചൂട് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. പിഞ്ചു കുട്ടികളടക്കമുള്ള ആളുകളാണ്. ഇവിടെ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഉൾപ്പെടെ നിരവധി സ്ത്രീകളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാനായി ഇവിടെ തടിച്ചുകൂടിയ ഒരു കാഴ്ച ഇതാ ഈ ഒരു കൊടിയത്തൂർ പട്ടണം ഇതുവരെ കാണാത്തത്ര ഒരു ജനസഹസ്രങ്ങൾ ഈ കൊടിയത്തൂർ പട്ടണം. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട്, കാലാവസ്ഥ ചൂടിനെ മറികടക്കുന്ന ആവേശമാണ് തെരഞ്ഞെടുപ്പ് ചൂടിനുള്ളത് എന്ന് ഓരോ അണികളും ഓരോ മണൽത്തരികളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോടിന്റെ കൊടിയത്തൂര് ഭാഗത്തുകൂടി, അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗത്തുകൂടി രാഹുൽ ഗാന്ധി കടന്നു പോകുന്നത്. റോഡ് ഷോയിലൂടെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നൽകുന്ന ആവേശം എത്ര കണ്ടാണെന്ന് കൊടിയത്തൂർ ഗ്രാമത്തിന്റെ വീഥികൾ പോലും നമ്മുടെ ദൃശ്യങ്ങളിലൂടെ, കേരള വിഷന്റെ ദൃശ്യങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളുടെ ഇരുവശങ്ങളിൽ നിന്നും ജനങ്ങൾ, സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ളവർ പോലും രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നു. കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഇതൊക്കെ വോട്ടായി മാറും എന്ന പ്രതീക്ഷ കൂടി UDF-നും കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ആവേശം കേരള വിഷനോട് പങ്കുവച്ചു. എന്തായിരുന്നാലും ഈ റോഡ് ഷോയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം.